നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. അങ്ങനെ നമ്മുടെ കുംഭമേളയിൽ വൈറലായി മാറിയിരുന്ന നമ്മുടെ മൊണാലിസ എന്ന് പറയുന്ന മധ്യപ്രദേശുകാരിയായിട്ടുള്ള കുട്ടി വളയും മാലയും ഒക്കെ വിൽക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ നടന്ന മഹാകുംഭമേളയ്ക്ക് വരികയും അത്തരത്തിൽ വന്ന ആ പെൺകുട്ടിയെ മാധ്യമങ്ങൾ കാണുകയും മാധ്യമങ്ങളുടെ വാർത്തയെ തുടർന്ന് വൈറലായി മാറുകയും ചെയ്ത ആ ഒരു ഹിന്ദു പെൺകുട്ടി. പിന്നീട് ആ പെൺകുട്ടിക്ക് കൈവന്നിട്ടുള്ള മഹാഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു മഹാഭാഗ്യമാണ് ഈ അൽ കേരളത്തിൽ ആ കുട്ടിക്ക് ഉണ്ടായത് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. മതേതരത്വം ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് വിളിക്കുന്ന ഗോവിന്ദൻ, ആ ചങ്ങാതിയും പിന്നെ ഡബിൾ എ റഹീം എന്ന് വിളിക്കുന്ന ലുട്ടാപ്പി റഹീം എന്നൊക്കെ വിളിക്കപ്പെടുന്ന റഹീമും പിന്നെ ഞമ്മന്റെ താണ്ഡവം ശിവണ്ണൻ നിയമസഭ തല്ലിപ്പൊളിച്ച് ചവിട്ടുനാടകം നടത്തിക്കൊണ്ട് ലോകത്താകമാനം തൻ്റെ മൂന്നാം കാലും കാണിച്ച് താണ്ഡവ നൃത്തം ആടിയ അമ്മന്റെ മഹാ താണ്ഡവം ശിവണ്ണൻ, ഈ മൂന്ന് പ്രമുഖരൊക്കെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടിയെ കൂട്ടിക്കൊടുത്തു എന്നല്ലാതെ എന്താണ് പറയേണ്ടത്. മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള ഒരു മമ്മദു അവൻ മധ്യപ്രദേശിലുള്ള ഈ കുട്ടിയെ പ്രേമിച്ചതിന് ശേഷം അവിടെയൊന്നും കല്യാണം നടത്താൻ പറ്റാതെ നേരെ ഈ അൽ കേരളത്തിലേക്ക് വരുന്നു. അൽ കേരളം ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് അത്ര കണ്ട് പ്രചാരണം കൊടുത്തുകൊണ്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. ആലോചിച്ച് നോക്കൂ, ആ കുട്ടിയുടെ മാതാപിതാക്കൾ, ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ എത്രത്തോളം വിഷമിക്കുന്നുണ്ടായിരിക്കുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം എങ്ങനെയാണ് നമ്മൾക്കൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുക? ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഡബിൾ എ റഹീമിന്റെ വീട്ടിന്റെ അവിടുത്തെ കഥകളൊക്കെ നമ്മൾക്കറിയാം. മാത്രമല്ല ഈ ഗോവിന്ദന്റെ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾക്ക് അറിയില്ല, ഇവന്റെയോ ശിവണ്ണന്റെ വീട്ടിലും എങ്ങനെയാണെന്ന് അറിയില്ല. ഏതായാലും പിണറായി വിജയന്റെ വീട്ടിലും ഒന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. ഇവനെയൊക്കെ നോക്കൂ, ഇവന്റെയൊക്കെ ഇപ്പോൾ ഈ ഗോവിന്ദന്റെ പെങ്ങളായിരുന്നെങ്കിൽ, ഗോവിന്ദന്റെ മകളായിരുന്നെങ്കിൽ, ഗോവിന്ദൻ ഈ കേരളത്തിലുള്ള അയാളുടെ മകളെ മഹാരാഷ്ട്രയിലുള്ള ഒരു മമ്മദൻ വന്നിട്ട് കല്യാണം കെട്ടണമെന്നും പറഞ്ഞ് ഒരു മദ്രസക്കാരൻ, ഒരു മദ്രസ കുണ്ടൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കുമോ ഗോവിന്ദാന്നി? അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി എടാ ചങ്ങാതി ശിവണ്ണ താൻ കെട്ടിച്ചു കൊടുക്കൂടോ തൻ്റെ മകളെ, അതല്ലെങ്കിൽ തൻ്റെ സഹോദരിയെ താൻ കെട്ടിച്ചു കൊടുക്കുമോ? ഇതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നോ ആസാമിൽ നിന്നോ വന്നിട്ടുള്ള ഒരു മുസ്ലിം പയ്യന്, യാതൊരു പരിചയവുമില്ലാത്ത ഒരുത്തിന് നീ കെട്ടിച്ചു കൊടുക്കുമ്പോടോ? അതുപോലെ ലുട്ടാപ്പി റഹീമിനോട് പിന്നെ ചോദിക്കേണ്ട, ഞമ്മൻ്റെ കൂട്ടക്കാരാകുമ്പോൾ പിന്നെ ഒരു പക്ഷേ കെട്ടിച്ചു കൊടുത്തെന്ന് വരാം. പിണറായി വിജയനോടും ചോദിക്കേണ്ട, കാരണം പിണറായി വിജയന്റെ മകളും ഇപ്പോഴത്തെ രണ്ടാം ഭർത്താവ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഏതായാലും ഇതിനെ അക്ഷരം തെറ്റാതെ ഇതിനെയല്ലേ കൂട്ടിക്കൊടുപ്പ് എന്ന് പറയുക എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. നിങ്ങളിതിന് മതേതര പട്ടമൊക്കെ നൽകിക്കൊണ്ട് ആ കുട്ടിയെ കൂട്ടിക്കൊടുത്തപ്പോൾ നഷ്ടപ്പെട്ടത് ആ കുട്ടിക്ക് മാത്രമാണ്, ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് മാത്രമാണ്. ഇനി നാളെ മമ്മദിന് അവന്റെ പൂതി തീർന്നിട്ട് ഈ കുട്ടിയെ ചാക്കിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് സിറിയയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലും വേണ്ട, വല്ല ഗ്യാസും കുറ്റി പൊട്ടിത്തെറിച്ചിട്ടോ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചോ ആ കുട്ടിക്ക് എന്തെങ്കിലും ജീവന് അപായം വന്നു കഴിഞ്ഞാലും നഷ്ടം ആ കുട്ടിക്കും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും തന്നെയാണ്. അപ്പോൾ ഒരു ഗോവിന്ദനും ഉണ്ടാവില്ല, ഒരു താണ്ഡവം ശിവനും ഉണ്ടാവില്ല, ഒരു ഡബിൾ എ റഹീമിൽ ഉട്ടാപ്പിയും ഉണ്ടാവില്ല. അനുഭവിക്കേണ്ടത് അവർ തന്നെയാണ്. ഇവിടെ ദ റിയൽ കേരള സ്റ്റോറി എന്നുള്ള ലവ് ജിഹാദിനെ കുറിച്ചുള്ള സിനിമ വന്ന സമയത്ത് ആ സിനിമയിൽ ബീഫ് കുത്തിക്കയറ്റി തീറ്റിക്കുന്നു എന്ന ആരോപണമൊക്കെ നടത്തിക്കൊണ്ട് ബീഫ് ഫെസ്റ്റിവലിലും മുക്കിന് ബീഫൊക്കെ വരട്ടി ബീഫും പൊറാട്ടയ്ക്ക് നിന്ന് ഇതാണ് റിയൽ സ്റ്റോറി, കേരള റിയൽ സ്റ്റോറി എന്ന് പ്രചരിപ്പിച്ച നീയൊക്കെ മൂന്നാംകിട നോളകൾ തന്നെയാണ്, നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തവന്മാർ തന്നെയാണെന്ന് പ്രബുദ്ധരായിട്ടുള്ള യഥാർത്ഥ പ്രബുദ്ധർ, അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് ജിഹാദി അടിമകളായിട്ടുള്ള ഞങ്ങൾ പ്രബുദ്ധരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ വിഭാഗമല്ല. യഥാർത്ഥ പ്രബുദ്ധർ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നീയൊക്കെ കണ്ടത്. പാലക്കാട് അടക്കമുള്ള, തിരുവനന്തപുരം അടക്കമുള്ള നഗരസഭകൾ BJP ഏൽപ്പിച്ചതും വെറുതെയല്ല. ഇടതുപക്ഷം വെറും കക്ഷത്തിന്റെ പക്ഷം മാത്രമാണ്, ജിഹാദികളുടെ കക്ഷം മണപ്പിച്ച് നടക്കുന്ന, ആസനം മണപ്പിച്ച് നടക്കുന്നവന്മാർ തന്നെയാണെന്ന് മലയാളി പ്രബുദ്ധർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പുനരാവിഷ്കാരം തന്നെയായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമെന്ന് നിസ്സംശയം പറയാം. നമ്മൾക്കറിയാം, G സുധാകരൻ എന്ന് പറയുന്ന ആലപ്പുഴയുടെ എല്ലാമായ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടു എന്ന കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനമെല്ലാം നമ്മൾ കണ്ടു. എത്രയോ പ്രഗത്ഭരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊക്കെ ഇന്ന് മനസ്സുകൊണ്ട് കമ്മ്യൂണിസം വിട്ടുകൊണ്ട്, എന്നാൽ അവരെ ഉള്ളിലുള്ള ഭയം കൊണ്ട് പുറത്ത് പറയാൻ മടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ നാട്ടിൽ ഇനിയും കമ്മ്യൂണിസം എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും നീയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന മൂന്നാംകിട മാമാ
പരിപാടി അതല്ലെങ്കിൽ ബ്രോക്കറുടെ വേഷം കിട്ടിയത് നല്ലതാണ് ഗോവിന്ദ, നല്ലതാണ് ശിവണ്ണ, നല്ലതാണ് റഹീമെ. കാരണം വരും നാളുകളിൽ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നുമൊക്കെ പൊറാട്ട അടിക്കാൻ കേരളത്തിലേക്ക് ഒഴുക്ക് നടന്ന അതേപോലെ ഇവിടെ നിന്ന് നിനക്കൊന്നും പൊറാട്ട അടിക്കാൻ ബംഗാളിലും ത്രിപുരയിലും പോവേണ്ടി വരില്ല. നിനക്കൊക്കെ മൂന്നാംകിട കൂട്ടിക്കൊടുപ്പുകാരനായി അതല്ലെങ്കിൽ ബ്രോക്കർ എന്ന് പറയുന്ന കല്യാണം നടത്തിപ്പ് കൊടുപ്പുകാരനായിട്ട് എക്സ്പീരിയൻസ് ഇതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. വേടൻ എന്ന് പറയുന്ന കഞ്ചാവടിയൻ, ബലാത്സംഗ കേസിലെ പ്രതി, അവൻ്റെയൊക്കെ വിവാഹം നടത്തിക്കൊടുത്ത് ഗോവിന്ദനൊക്കെ പ്രശസ്തിയുടെ പ്രശസ്തിയിൽ ലോകോത്തര പ്രശസ്തി നേടി നിൽക്കുന്ന ഈ നാളുകളിൽ ഈ പറയുന്ന പെൺകുട്ടി, എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടി, ആ കുട്ടിക്ക് 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല എന്ന് ആ കുട്ടിയുടെ അമ്മ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നടന്നത് ഒരു ആഭാസ വിവാഹം തന്നെയായിരുന്നു. ദി റിയൽ കേരള സ്റ്റോറി, ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് കാണിക്കാൻ വേണ്ടി കിട്ടിയ ഇരകളായിരുന്നു ആ ഇരയിലെ പ്രധാനപ്പെട്ട ആ പെൺകുട്ടി എന്ന് പറയേണ്ടതുണ്ട്. നിന്റെയൊന്നും സഹോദരിയെയും നിന്റെയൊന്നും മകളെയും കാക്ക കൊത്താതിരിക്കട്ടെ എന്ന് മാത്രമേ ഓരോ ഹൈന്ദവർക്കും പറയാനുള്ളൂ. നീയൊക്കെ ഹൈന്ദവ വിരുദ്ധത, RSS വിരുദ്ധത, മോദി വിരുദ്ധത, BJP വിരുദ്ധത എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഇത്തരത്തിൽ പല കോപ്രായങ്ങളും കാണിക്കുമെന്നറിയാം. അതുകൊണ്ട് ഒരു ഹിന്ദുവിനും ഒന്നും സംഭവിക്കില്ല. കാരണം നൂറ്റാണ്ടുകളായി ഹിന്ദുത്വത്തിന് മേൽ ഒരുപാട് ദുഷ്ടശക്തികൾ വാണരുളാൻ ശ്രമിച്ചിട്ടും ആ ഹിന്ദുത്വം ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഹിന്ദുത്വം സനാതനമാണ്, ഒരിക്കലും നശിക്കാത്തത് തന്നെയാണ് എന്നുള്ളതിന്റെ സത്യമാണ് ഭഗവാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നീയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ കൂട്ടിക്കൊടുപ്പുണ്ടല്ലോ, അതൊക്കെ നീ നടത്തിക്കോ. നീയൊക്കെ പഠിച്ച, നീയൊക്കെ പരിശീലിച്ചിട്ടുള്ള നിന്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള സംസ്കാരം അതാണ്. എന്നിരുന്നാലും ആ ഹിന്ദു പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ അവസ്ഥ ഒരിക്കലും ഗോവിന്ദ, താണ്ഡവം ശിവണ്ണ, ലുട്ടാപ്പി റഹീമെ നിനക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ. കാരണം ഹിന്ദു അങ്ങനെയാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം പറഞ്ഞുകൊണ്ട് ലോകത്താകമാനമുള്ള ആളുകൾക്ക് സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് ഹിന്ദു. അതല്ലാതെ എൻ്റെ വീട്ടിലുള്ള ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രം, അതല്ലെങ്കിൽ കേരളത്തിലുള്ള ഹിന്ദുക്കൾക്ക് മാത്രം, അതുമല്ലെങ്കിൽ ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് മാത്രം സുഖം ഭവിക്കട്ടെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ മന്ത്രം മാത്രം മതി. എന്താണ് ഹിന്ദു, എന്താണ് ഹിന്ദു സംസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് നീയൊക്കെ നവോത്ഥാനം എന്ന പേരും പറഞ്ഞുകൊണ്ട് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കളെ ജിഹാദികൾക്ക് കൂട്ടിക്കൊടുക്കുമ്പോൾ നിനക്കൊക്കെ നിന്റെ വീട്ടിൽ അതിനുള്ള തിരിച്ചടി കിട്ടും എന്നുള്ളത്, 8 നിലയിൽ പൊട്ടും എന്നുള്ളതും കൃത്യമായിട്ടും അറിയുന്ന ഓരോ ഹിന്ദുവും നിന്റെ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക തന്നെയാണ്. സുധാകരൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ പ്രമുഖനായിട്ടുള്ള ആ നേതാവിന്റെ തലയ്ക്ക് വെളിവ് വന്നത് ഈ അടുത്ത നാളിലാണ്. അയാൾ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർ, പൂജാരിമാർ ഇവരുടെയൊക്കെ ജെട്ടി തപ്പി നടന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കാലമുണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് കാലത്തിൽ നിന്നും ഭാഗവതവും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ വായിച്ച് ഹിന്ദുത്വത്തിലേക്ക് ഇന്ന് വന്ന് അവസാനം കമ്മ്യൂണിസം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പച്ചയ്ക്ക് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണോ നീയൊക്കെ? പിണറായി വിജയനായാലും ഗോവിന്ദനായാലും ഈ പറയുന്ന താണ്ഡവം ശിവനായാലും നീയൊക്കെ വരാനിരിക്കുന്ന നാളുകളിൽ എന്താണ് ഈ കേരളത്തിൽ ഹിന്ദുത്വത്തിന്റെ ശക്തി, എന്താണ് ഹൈന്ദവന്റെ ശക്തി, എന്താണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ ശക്തി എന്നുള്ളത് കൃത്യമായിട്ടും അനുഭവിച്ചറിയാൻ പോകുന്ന നാളുകൾ തന്നെയാണ് വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന് ഓരോ ഹിന്ദുക്കളും തെളിയിച്ചു കൊടുക്കേണ്ട നിങ്ങളുടെയൊക്കെ അവസാനത്തെ ബസ്സാണ് ഈ ട്രിപ്പ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ ഹിന്ദുക്കളെ. അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് നാളെയൊക്കെ നിന്റെ വീട്ടിലുള്ള പെൺകുട്ടികൾക്കും സംഭവിക്കും എന്നുള്ളത് ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ഓർത്താൽ നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.